പ്രതിഭയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ടെൻഷൻ കയറിയപ്പോ തല ചുറ്റിയതാ. ഞാൻ കാരണം ആ പാവത്തിനും ചീത്തേക്കേണ്ടി വന്നല്ലേ. അതൊന്നും ഇന്ദിരേട്ടൻ കാര്യമൊക്കെണ്ട. ആന്റിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ. ഏട്ടൻ അമ്മയെ അനുസരിച്ചില്ല എന്നുള്ള ദേഷ്യവും സങ്കടമൊക്കെ കൊണ്ട് ചെയ്തതാ. അതൊക്കെ മറന്ന് ഏട്ടനകത്തേക്ക് വാ. ഇല്ല മോളെ, അമ്മ ഇറങ്ങി പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി അകത്തേക്കില്ല. എന്ത് മണ്ടത്തര ഏട്ടൻ ഈ പറയുന്നേ? നമ്മുടെ അമ്മ ഏട്ടനോളം മറ്റാർക്കും അറിയില്ലല്ലോ. ഏട്ടനെ കാണാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയോടുള്ള ദേഷ്യമോ പണക്കോ കൊണ്ടോ പറഞ്ഞതല്ല. ഞാനിന്ന് ചെയ്തത് അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അമ്മയെ സങ്കടപ്പെടുത്തിയാലോ എന്നാ എന്റെ വിഷമം. നിങ്ങള് കുറച്ചേറെ സമാധാനത്തോടെ സംസാരിച്ച തീരുവന്ന പ്രശ്നമേ ഉള്ളൂ. ഏട്ടനെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അകത്ത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വേണ്ട സത്യ, അത് ശരിയാവില്ല. ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് ഇന്ദിരേട്ടൻ പറയുന്നത്. ഏട്ടാ, വെറുതെ തമാശ പറയാതെ ഏട്ടാ. ഇത് ഏട്ടന്റെ വീടാ. ഇവിടെ നിന്ന് ഏട്ടൻ എവിടെ പോകാനാ? പിന്നെ ഈ വഴക്കും പിണക്കും ഒക്കെ നമ്മുടെ വീട്ടിലെ പുതുമയൊന്നും അല്ലല്ലോ. ഞാൻ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സമാധാനം പോയി. സത്യത്തിൽ ഞാനൊരു ഭാഗ്യദോഷിയാണ്. നല്ലൊരു അച്ഛനാവാനോ മകനാവാനോ ഭർത്താവാവാനോ എനിക്ക് സാധിച്ചില്ല. അങ്ങനെയൊന്നും പറയാതെ ഏട്ടാ. ഏട്ടന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. ഞങ്ങളെക്കാൾ നന്നായി അമ്മയ്ക്കും. ഈ ദേഷ്യം മാറുമ്പോ ഇന്ദിരേട്ടനെ വഴക്ക് പറഞ്ഞതിനും തല്ലിയതിനും അമ്മ സങ്കടപ്പെടും. അപ്പോ ഏട്ടന്റെ അടുത്തേക്ക് തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് വാശി സങ്കടമൊക്കെ മറന്ന് അകത്തേക്ക് വാ. ഈ വീടിന്റെ നെടുന്തൂണ് ഏട്ടനാ, അത് മറക്കണ്ട. അതെ, സത്യം പറയുന്നത് കേൾക്കുന്നില്ലേട്ടാ. അകത്തേക്ക് വാ. ഞാൻ വരാം. വാ വാ ഏട്ടാ. വാ ഏട്ടാ. മോൻ ഉറങ്ങിയോ മോളെ? ഉറങ്ങി. ആ, ഓണാഘോഷവും പരിപാടികളും എല്ലാം നന്നായിരുന്നു അല്ലേ മോളെ? ആ, നന്നായിരുന്നു ഭാനുമ്മേ. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനും വിശേഷം പറയാനും ഒക്കെ സാധിച്ചല്ലോ. അത് ശരിയാണ്. പക്ഷേ അതിനുവേണ്ടി രഘുവിന് എത്ര രൂപ ചെലവായി കാണും? ഈ കാശില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ചെലവ് വേണമായിരുന്നോ മോളെ? പൈസ മുഴുവൻ മുടക്കിയത് രഘുവേട്ടനല്ല ഭാനുമ്മേ. കുറച്ച് എന്തുവാണ് രഘുവേട്ടൻ ചെലവാക്കിയത്. ബാക്കി ആ ക്ലബ്ബുകാർ കൂടിയാ ചെലവാക്കിയതെന്നാ തോന്നുന്നേ. ആ, എങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വരവറിയാതെ ചിലവാക്കിയ എങ്ങനെ ശരിയാവും മോളെ? ബാ ഭാനുമ്മേ. രഘുവേട്ടനെ ഭാനുമ്മയ്ക്ക് അറിയാലോ. എല്ലാവരുടെയും സന്തോഷാണ് രഘുവേട്ടന്റെ ലക്ഷ്യം. അതിനുവേണ്ടി രഘുവേട്ടൻ എന്തും ചെയ്യും. ഒരുപാട് ദുഃഖങ്ങൾക്കിടയിൽ എല്ലാം മറന്ന് സന്തോഷിക്കാൻ വേണ്ടിയാ രഘുവേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത്. രഘുവിന്റെ ആ മനസ്സറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഭാനുമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പിന്നെ ദാസങ്ങളൊരു ബിസിനസ് രഘുവേട്ടന് വേണ്ടി തുടങ്ങിക്കൊടുക്കുന്ന കാര്യം അറിയാലോ. അതിന്റെ സന്തോഷം രഘുവേട്ടനുണ്ട്. രഘു നല്ലൊരു നിലയിലെത്തിയാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൈത്താങ്ങായിരിക്കും. ആ, പിന്നെ മോളെ, നീയേ മഞ്ചാടി ഒന്നുകൂടി ശ്രദ്ധിക്കണം. എന്താ ഭാനുമ്മേ, അവൾ ഉറങ്ങിയില്ലേ? കുഴപ്പമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. പഞ്ചരത്നത്തിൽ പോയിട്ട് ഒരു ദിവസം പോലും അവിടെ നിൽക്കാതെ അവള് തിരിച്ചു പോകുന്നതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോന്ന് എനിക്കൊരു സംശയം. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു ഭാനുമ്മേ. അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ടെന്ന് ഉറപ്പാ. ഒരുപക്ഷെ
ആ ജീവൻ രാജ് എവിടെയാണെന്ന് അറിയാനായിരിക്കും അവൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോ ആ പയ്യൻ ഇപ്പോഴും മഞ്ചാടിയുടെ മനസ്സിലുണ്ടാവുന്നാണോ നീ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല ഭാനുമ്മേ. പക്ഷേ അവളുടെ മനസ്സിലെന്തോ ഉറച്ച തീരുമാനം ഉണ്ടെന്ന് മാത്രം അറിയാം. വഴക്ക് പറയാനോ ശിക്ഷിക്കാനോ നിർബന്ധിച്ച് ചെയ്യിക്കാനോ പറ്റുന്ന പ്രായമല്ലല്ലോ ഭാനുമ്മേ. ആ അതും ശരിയാ. ആ എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. എല്ലാം നന്നായി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാനും അങ്ങനെയാ കരുതുന്നേ. ആ വാ നമുക്ക് പോയി കിടക്കാം. വാ മോളെ. അല്ല, രഘുവേട്ടൻ ഇതുവരെ കിടന്നില്ലേ? ഏയ് ഇല്ല. ആ, ഓണാഘോഷം അടിച്ചു പൊളിച്ചതിന്റെ ത്രില്ലിലാണോ അതോ സ്വർണ്ണക്കടത്തുകാർ കമ്മീഷൻ തന്നോന്ന് അച്ഛൻ ചോദിച്ചതിന്റെ ടെൻഷനിലാണോ? ടെൻഷൻ തന്നെ അമ്പിളി. ആഘോഷത്തിന്റെ ത്രില്ലൊക്കെ ഗ്രൗണ്ട് വിട്ടപ്പോ തന്നെ പോയി. രഘുവേട്ടന്റെ മൂഡൌട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്താ പറ്റിയത്? അല്ല, അച്ഛനൊരു തമാശ പറഞ്ഞതല്ലേ, അത് രഘുവേട്ടൻ കാര്യമാക്കി എടുത്തോ? അല്ലെങ്കിലും ദാസങ്ങൾ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അമ്മാവിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല അമ്പിളി. പ്രശ്നം അതൊന്നുമല്ല, അതിലും വലുതാ. എന്താ രഘുവേട്ടാ? എന്താണെങ്കിലും എന്നോട് പറ. അത് പിന്നെ അമ്പിളി, അവനില്ലേ അന്ന് എന്റെ വണ്ടിയിൽ ആ സ്വർണം കടത്തിയ ആ ആദില്, അവൻ വന്നിരുന്നു. എവിടെ? എപ്പോ? അവൻ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നല്ലേ രഘുവേട്ടാ? പിന്നെങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് അവൻ ചാടിയതാണോ അതോ ഡിസ്ചാർജ് ആയി വന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാറായപ്പോ അവൻ അവിടെ എത്തി. ഏയ്, അത് രഘുവേട്ടന് തോന്നിയതായിരിക്കും. ആദിലിനെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും രഘുവേട്ടൻ കണ്ടത്. ഇല്ല അമ്പിളി, ഞാൻ അവനെ കാണുക മാത്രമല്ല അവനോട് സംസാരിക്കുകയും ചെയ്തു. എന്റെ ദൈവമേ, രഘുവേട്ട അവൻ എന്തിനാ രഘുവേട്ട വന്നത്? അല്ല, എന്താ അവൻ രഘുവേട്ടനോട് പറഞ്ഞത്?